നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വീണ്ടും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊല്ലവർഷം 1199 ഇടവ മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2024 മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ മാസം 14-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ്. ഒരു മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്, താൽക്കാലിക ഫലങ്ങളാണ് പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥിരമായ ഫലങ്ങൾ എപ്പോഴും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ താൽക്കാലിക ഫലങ്ങളെക്കുറിച്ചാണ്, മാസഫലങ്ങളെക്കുറിച്ചാണ്. മാസഫലങ്ങൾ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിലാണ് സഞ്ചരിക്കുന്നത്, ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള താൽക്കാലിക കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ അവയുടെ ദൃഷ്ടി, അത് ഉച്ചത്തിലാണോ നീചത്തിലാണോ താൽക്കാലികമായിട്ട് ഇപ്പം നിൽക്കുന്നത്, എത്ര ദിവസം കഴിഞ്ഞത് അടുത്ത രാശിയിലേക്ക് സ്ഥാനം മാറും. അപ്പോൾ അങ്ങനെ ഗ്രഹയോഗങ്ങളും ഗ്രഹചാരങ്ങൾ അല്ലെ ഗ്രഹസഞ്ചാരങ്ങൾ ആണ് നമ്മൾ പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജന്മക്കൂറിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഫലം എപ്പോഴും പറയുന്നത്. അതോടൊപ്പം തന്നെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഓരോ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിന് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേക രീതിയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുകൂടെ ചേർത്ത് ഫലം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതമായിട്ട് അത് യോജിച്ച് വരുള്ളൂ. അപ്പോൾ ആ രീതി പറയാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഏതാണ്ടൊരു 3/4 ഭാഗത്തോളം ഒത്തുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം എന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ധനുക്കൂറിലാണ് വരുന്നത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴരശനിയൊക്കെ മാറി സ്വസ്ഥമായിട്ട് പോകുന്ന കാലമാണ്. എങ്കിലും പൂർണ്ണമായിട്ടും ഗുണകരമായ കാലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് കിട്ടേണ്ട സമയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകാനാണ് സാധ്യത. ഇടവ മാസത്തിൽ ചില ഭാഗ്യങ്ങൾ അവർക്ക് സിദ്ധിക്കാം. ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ ഭാഗ്യ നറുക്കെടുപ്പ് മുഖേനയോ അല്ലെങ്കിൽ പിതൃസ്വത്ത് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഒരു സാമ്പത്തിക സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളാകാം. അങ്ങനെ ചെറുതോ വലുതോ ആയ ഭാഗ്യക്കുറി എന്ന് പറയുമ്പോഴത്തേക്കും ബമ്പർ അടിക്കുക എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ ചെറിയ ഒരു സമ്മാനമായിരിക്കും കിട്ടുന്നത്. ഓരോരുത്തരുടെയും ജാതകത്തിലെ പ്രത്യേകത അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ തലവരെയുണ്ട് എന്ന് പറയുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെറുതോ വലുതോ ആയ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കും. പൊതുവേ നോക്കുമ്പോൾ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇടവമാസം. വ്യാപാര സംബന്ധമായിട്ട് ചെയ്യുന്ന യാത്രകൾ വ്യാപാരത്തിന് ഗുണം ചെയ്യും. വ്യാപാരത്തിൽ നിന്നും സാമാന്യമായ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ഈ ധനുക്കൂറുകാർക്ക് സാധിക്കും. പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം എന്നുള്ളത് അവർക്കും ബാധകമാണ്. അതുപോലെ തന്നെ ധനം മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയും അവർ കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ധനു കൂറുകാർക്ക് ഗുണകരമായ കുറേ അവസ്ഥകൾ സംജാതമാകും. അപ്പം വ്യാഴം ഇടവത്തിലാണ് ഉള്ളത്. ആത്മവിശ്വാസമൊക്കെ ലഭിക്കാനായിട്ട് ഉള്ള സാഹചര്യമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അവർക്ക് സാധിക്കും. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കടം കൊടുക്കുന്നതൊക്കെ സൂക്ഷിക്കണം, ധനം ഇടപാടുകളിൽ സൂക്ഷിക്കണം, ധനം സംരക്ഷിക്കുന്നതിലും സൂക്ഷിക്കണം. അല്ലാതെ അലക്ഷ്യമായിട്ട് ധനം വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. സുരക്ഷിതമായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾക്കും ഭാര്യാപുത്രാദികൾക്കുമൊക്കെ സുഖകരമായ കാലഘട്ടമാണ്. ഭാര്യാപുത്രാദികൾ എന്ന് പറയുമ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമൊക്കെ സുഖകരമായ കാലമായിരിക്കും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. കുറച്ചുകൂടെ പഴയ കാലം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ശരീരമൊക്കെ നന്നാകാനുള്ള സാധ്യതയുണ്ട്, പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിജയിക്കുകയില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈസിയായിട്ട് നടത്തിയെടുക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മടി മൂലമോ അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് രംഗത്തിറങ്ങിയാൽ ഇടവമാസത്തിൽ അത് സാധിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ധനുക്കൂറിൻ്റെ ഫലം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ധനുക്കൂറിൽ വരുന്ന മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിൻ്റെയും ഫലം എന്ന് പറയുന്നത്. സാമ്പത്തിക ഭാഗ്യം, മനസ്സന്തോഷം, അതുപോലെ തന്നെ സ്ത്രീകൾ മുഖാന്തരം ഭാഗ്യം വരിക തുടങ്ങിയ
ചെറിയ ഫലങ്ങളും പറയാനുണ്ട്. വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കും. കേസുകളിലോ തർക്കങ്ങളിലോ ഒക്കെ വിജയം ലഭിക്കുന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ച് സങ്കീർണമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഒരുപാട് ചുമതലകളും ബാധ്യതകളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ള, ബാധ്യത മീൻസ് സാമ്പത്തിക ബാധ്യതയല്ല, കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ബാധ്യത. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മേലധികാരികൾ ആവശ്യപ്പെടുകയും അത് തീർക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതുപോലെ തന്നെ ബന്ധുജന വിയോഗത്തിനുള്ള സാധ്യതയും ഈ ധനുക്കൂറുകാർക്ക് ഉണ്ട്. ജാതകത്തിൽ വ്യാഴത്തിന് ദുസ്ഥാനസ്ഥിതി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജാതകത്തിൽ വ്യാഴ അനുകൂലമാണെങ്കിൽ ഈ സമയത്ത് വന്നു ചേരുന്ന ധനം കുറേയെങ്കിലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും, കടം വീട്ടാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കൂറിൻ്റെ ഫലം ആയിട്ട് പറയാവുന്നത്. മൂലം നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ അവർ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ്. അവർ അലസത വെടിഞ്ഞ് പഠിച്ചാൽ അവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തി ലഭിക്കുന്നതാണ്. അപ്പം ഈ സമയത്ത് അലസതയൊക്കെ മാറ്റിയിട്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മൂലനക്ഷത്രക്കാരായ ഇപ്പോൾ +2 ഒക്കെ പാസ്സായിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം കൃത്യമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട്, ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മിക്കവാറും കോഴ്സുകളെ പറ്റിയും ജോലി സാധ്യതയെ പറ്റിയൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മനസ്സിന് ഇണങ്ങുന്ന കോഴ്സ് നമുക്ക് ജോയിൻ ചെയ്താൽ പൂർത്തിയാക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു കോഴ്സിൽ ചേരുക. അങ്ങനെ ഉത്സാഹത്തോടു കൂടി ശ്രമിച്ചാൽ മൂലനക്ഷത്രക്കാർക്ക് ഭാവിയിലേക്കുള്ള നല്ലൊരു ചവിട്ടുപടിയായിരിക്കും ഈ ഒരു കാലഘട്ടം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നല്ല കൂട്ടുകെട്ടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നല്ല കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായതും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാത്തതുമായ കൂട്ടുകെട്ടുകൾ. കേസിലൊന്നും പോയി പെടാതെ. ഈ കേസിലൊക്കെ പെട്ടാനുള്ള കുഴപ്പം എന്താണ്? വിദേശയാത്രയ്ക്കൊക്കെ യോഗം വരും ഭാവിയിൽ. മൂലനക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഈ ദശാകാലം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും വിദേശ യാത്രയ്ക്കും വിദേശത്ത് ജോലിക്കൊക്കെയുള്ള യോഗം വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വീണ്ടും തുടർന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് സാധ്യതയുണ്ട് മൂലനക്ഷത്രക്കാർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ആ സമയത്ത് ഈ മോശം കൂട്ടുകെട്ടുകൾ അവരെ ദോഷകരമായിട്ട് ബാധിക്കാൻ ഇടയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കാനായിട്ട് യുവതലമുറയോട് പ്രത്യേകിച്ച് പറയുന്നത്. സമയം ഒരിക്കലും വെറുതെ കളയരുത്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനായിട്ട് ഒരു ആർജവം, ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളിൽ നിന്നും ചില അനാവശ്യ കമൻറ്റുകൾ വരുന്നതിലൂടെ ബന്ധുക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മനോവേദന ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ട്. എങ്കിലും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. ഇത് ഒരു മാസത്തെ ഫലമേ ഉള്ളൂ. എങ്കിൽ പോലും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനുള്ള തുടക്കമിടാനായിട്ട് ഈ സമയത്ത് സാധിക്കും. ഈ ബന്ധുക്കളുടെ വാക്കുകൾക്കൊന്നും ഒരു പരിധി കൂടുതൽ വില കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ കൊള്ളാവുന്നത് സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയുക, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി അവരുമായിട്ട് യുദ്ധത്തിന് പോവുകയോ സംഘർഷം ഉണ്ടാക്കുകയൊന്നും ചെയ്യേണ്ടതില്ല. ബന്ധുക്കൾ അവരുടെ അഭിപ്രായം പറയുന്നു, വേണമെങ്കിൽ സ്വീകരിക്കുക, നമുക്ക് അനുയോജ്യമല്ലെങ്കിൽ അതേപടി അങ്ങ് തള്ളിക്കളയുക. നമ്മുടെ തീരുമാനം നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഇടപെടലുകളും കുത്തുവാക്കുകളൊക്കെ ഉണ്ടാകാം. ഉദരസംബന്ധമായിട്ടുള്ള രോഗം പൂരാടം നക്ഷത്രക്കാരെ ശല്യം ചെയ്തേക്കും. അനാവശ്യ ചിലവുകൾ പലതും ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഈ സമയത്ത് അതിനെയൊക്കെ നിയന്ത്രണ വിധേയമാക്കി തന്നെ മുന്നോട്ട് പോകണം. ധനം ചെലവഴിക്കുന്ന കാര്യത്തിലും ധനം സൂക്ഷിക്കുന്ന കാര്യത്തിലും പൂരാട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹന ഉപയോഗത്തിലും പൂരാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പൂരാടം ഉൾപ്പെടുന്ന ഈ നക്ഷത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? 4-ലാണ് രാഹുവും ചൊവ്വയും ഇപ്പോഴ് സഞ്ചരിക്കുന്നത്. അതായത് ധനു, മകരം, കുംഭം, മീനം 4-മത്തെ രാശിയിൽ, അല്ലെങ്കിൽ ധനുക്കൂറിൻ്റെ 4-മത്തെ ഭാവത്തിലാണ് ചൊവ്വയും രാഹുവും. 2 പാപഗ്രഹങ്ങളാണ് അവ ചേർന്ന് സഞ്ചരിക്കുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തെയും വീടിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ചൊവ്വ എന്ന് പറയുന്നത് സംഘർഷകാരകനാണ്. പിന്നെ രാഹു എന്ന് പറയുന്നത് ആരോപണങ്ങളുടെയും അപവാദങ്ങളുടെയും ഒരു പരിധിവരെ സംഘർഷത്തിൻ്റെയൊക്കെ മനസുഖക്കുറവിൻ്റെയൊക്കെ കാരകനാണ്. വേറെ ചില ഗുണങ്ങളും ഉണ്ട്, എങ്കിൽ പോലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മനസ്സംഘർഷമൊക്കെ ഉണ്ടാകുന്നത് ഈ ഗ്രഹനിലയുടെ പ്രത്യേകത കൊണ്ട് ആകാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആ ഒരു വില കൊടുത്താൽ മതി.
നമ്മൾ പ്രാർത്ഥനയിലൂടെ ഈ ഗ്രഹമാറ്റം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ദാനം, ദയ ഇതൊക്കെ കാണിച്ച് അതായത് നമ്മളെക്കാൾ സാധുക്കളായിട്ടുള്ളവരോട് യഥാർത്ഥത്തിൽ ദാനം അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക, ദയ അർഹിക്കുന്നവർക്ക് അത് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. ഇതാണ് പൂരാട നക്ഷത്രക്കാരുടെ ഒരു ഫലമായിട്ട് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്യേണ്ട അവസരം ഉണ്ടാവും. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമാണ് ഈ ധനിക്കൂറിൽ ഉൾപ്പെടുന്നത്. അവർക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ നേരിടേണ്ടി വരും. അതിനൊക്കെ കഠിന പ്രയത്നം ആവശ്യമായിട്ട് വരും. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വരും. ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ പോലും ധനപരമായിട്ട് അവർക്ക് സാമാന്യം ഗുണകരമായിരിക്കും. മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിൽ അഭിമാനം തോന്നും. മക്കൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. പിന്നെ ഭാര്യാഭർത്താക്കന്മാരും മക്കളും ചേർന്ന് സന്തോഷകരമായിട്ട് തന്നെ കുടുംബജീവിതം മുന്നോട്ട് പോകും. ദുഃഖകരമായ ചില വാർത്തകൾ കേൾക്കാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടനഷ്ടങ്ങൾ വരാനായിട്ട് അവർക്ക് സാധ്യതയുണ്ട്. ഈ ധനിക്കൂറിൽ പെടുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് എന്ന് വിചാരിച്ച് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമുക്ക് അതുമൂലം കുറച്ച് മനോദുഃഖമൊക്കെ ഉണ്ടാകും. കൃഷിനാശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാകുന്നതിലൂടെ കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ തോതിലുള്ള ആരോപണങ്ങൾക്കും നുണപറച്ചിലിനൊക്കെ വിധേയരാകാൻ ഇടയുണ്ട്. അതൊക്കെ ഒരു വസ്തുതയോടെ അങ്ങ് തള്ളിക്കളയുക, അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉത്രാടത്തിൻ്റെ മകരക്കൂറിൽപ്പെട്ട ഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗത്തിൽപ്പെട്ടവർക്ക് അല്പം കൂടെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സമയമായിരിക്കും. അവർക്ക് ശത്രുദോഷം ഒരു പരിധിവരെ ഉണ്ടാകും എന്ന് പറയേണ്ടതുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വരും. അധികാരികളിൽ നിന്നും പ്രശംസ നേടും. അധികൃതരുടെ പ്രീതി അവർക്ക് ഉണ്ടാകും. അപ്പോൾ അതുമൂലം അസൂയ സഹപ്രവർത്തകരുടെ ഇടയിലോ അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ കുറച്ച് അസൂയ ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പരിചയക്കാർക്ക് ഒരു അസൂയ ഉണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും അതിന് പാത്രീഭവിക്കാൻ ഇടയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വീട്ടിലുള്ള പ്രായമായവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടക്കാർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ദേവാലയ ദർശന യോഗം അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗവും ഉണ്ട്. പക്ഷേ ശനിയുടെ രാശിയാണ്. 2-ൽ ശനിയുണ്ട്, കുംഭക്കൂറിലാണ്. ശനി മൂലത്രികോണ സ്ഥിതനാണ്. അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും അവർക്ക് ഗുണകരമാണ്. എങ്കിൽ പോലും ഈ ചൊവ്വയും ശനിയും രാഹുവൊക്കെ പാപഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. അതായത് കഠിനാധ്വാനങ്ങളിൽ കൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ മാസം സാധിക്കും. വീട്ടിൽ പൊതുവെ സ്നേഹവും സന്തോഷവും നിലനിൽക്കുന്ന കാലമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും അവർക്ക് യോഗമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം മകരക്കൂറിൽപ്പെട്ട ആളുകൾ വീട്ടിലുള്ള പ്രായമായവരുടെ ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾക്കത് ഇടയാക്കും. പിന്നീട് നമ്മളിരുന്ന് അന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന് ആലോചിക്കരുത്. അതുകൊണ്ടാണ് ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. പിന്നെ ധനപരമായ കാര്യങ്ങളിൽ 3 നക്ഷത്രക്കാരും ശ്രദ്ധിക്കുക. ധനം കൃത്യമായിട്ട് സൂക്ഷിക്കാനും പണമിടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പൊതുവെ സന്തോഷമുള്ള കാലഘട്ടമാണ് ഈ ഇടവമാസം. അപ്പോൾ എല്ലാവർക്കും അത് ശുഭകരമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക്, പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷത്തിൽ താല്പര്യമുള്ള ബന്ധുക്കളോ യുവാക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഇടവമാസം മംഗളകരമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.